ഹലോ ഗൈസ്, കാനഡയിൽ നിന്നും നീലിമയുടെ ഇപ്പോഴത്തെ വരവ് വീണ്ടും സുധിയെ ലക്ഷ്യമാക്കിയാണ്. അതായത് സുധിയെ നല്ല രീതിക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യുക. സുധിക്ക് ഇപ്പൊ ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നീലിമ അറിഞ്ഞിരിക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ സുധിയെ നല്ല രീതിക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് തീരുമാനിക്കുകയാണ് നീലിമ. നീലിമയുടെ കയ്യിലുള്ള പണമൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് കാനഡയിൽ നിന്നും ഇപ്പൊ നാട്ടിലെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ വീടിന് മുന്നിൽ സച്ച് നീലിമയെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സച്ച് ചോദിക്കുന്നുണ്ട്, മാഡത്തിന്റെ വീടാണോ ഇത്? നാളെ മാഡത്തിന് ഇവിടെ വന്നാണോ പിക്ക് ചെയ്യേണ്ടത്? അത് പിന്നെ എനിക്ക് നാളെ 1-2 സ്ഥലത്ത് പോവാനുണ്ട്. തൽക്കാലം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ വേറൊരു സ്ഥലത്ത് രാവിലെ പോകും. അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വന്നാൽ മതി. സ്ഥലമൊക്കെ ഞാൻ വിളിക്കുമ്പോ പറയാം. ഓ ശരി മാഡം. അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. സച്ചി ഇവിടെ എവിടെയാ താമസിക്കുന്നത്? ഓ, ഞാൻ ഇവിടേക്ക് ഉള്ള ആള് തന്നെയാ മാഡം. എന്നാലും സച്ചിയുടെ വീട് എവിടെയാ? ഇവിടുന്ന് അധിക ദൂരമൊന്നുമില്ല. സിറ്റി തന്നെ എന്റെ വീടും. ഓ, ചിലപ്പോ അറിയാൻ മതിയോ മാഡത്തിന്? എന്റെ അച്ഛൻ ഒരു KSRTC ഡ്രൈവർ ആയിരുന്നു. ഡ്രൈവർ രവീന്ദ്രൻ. ചിലപ്പോ അറിയാൻ മതിയായിരിക്കും. എന്നാ ഇത് കേട്ടപ്പോ തന്നെ ആദ്യം ഒന്ന് നീലിമ ഞെട്ടി പോവാണ് കേട്ടോ. ഇത് കണ്ട പാടെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ മാഡം? ഏയ് ഒന്നുമില്ല. എന്റെ അച്ഛൻ അറിയോ? ഏയ് പക്ഷെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എന്നാ പിന്നെ ശരി മാഡം, നാളെ വിളിച്ചാ മതി. എനിക്ക് വേറെ ഓട്ടത്തിന് പോവണം. ശരി സച്ചി. അപ്പോഴാണ് നീലിമ മനസ്സിൽ കരുതുന്നത്, അപ്പോ ഇതും ഡ്രൈവർ രവീന്ദ്രന്റെ മകൻ തന്നെയാണ്. അപ്പോ എന്റെ ദൗത്യം ഇവിടുന്ന് തന്നെ ആദ്യം തുടങ്ങാം. ആദ്യം ഇവനുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കണം. ഇവനെ എന്തായാലും ആ പൊട്ടൻ സുധിയെ പോലെ അത്ര പെട്ടെന്ന് പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവനെ സാക്ഷി നിർത്തി വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഇത് പറഞ്ഞുകൊണ്ട് നീലിമ പറയുന്നുണ്ട്, സച്ചി ഒരു നിമിഷം. എന്താ മാഡം? ദാ ഇത് വെച്ചോ. ഇതെന്തിനാ മാഡം? അല്ല, ഒരു ടിപ്പായിട്ട് ഇരുന്നോട്ടെ. എന്നെ കുറെ നേരം വെയിറ്റ് ചെയ്തില്ലേ? അത് പിന്നെ മാഡം, ഈ തന്നതന്നെ ധാരാളാ. ഞാൻ ആരുടെ കയ്യിൽ നിന്നും ആവശ്യത്തിന് കൂടുതൽ വാങ്ങിക്കാറില്ല. എന്നാലും ഇത് എന്റെ ഒരു സന്തോഷം. സച്ചി ഇത് വാങ്ങ്. അയ്യോ വേണ്ട മാഡം, എനിക്ക് ഇങ്ങനെയുള്ള പൈസയൊന്നും ആവശ്യമില്ല. ഇത് ആവശ്യമുള്ളവരുണ്ടാവും. അങ്ങനെ അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിച്ചാ മതി. മാഡം എനിക്കിത് തരാൻ കാണിച്ച മനസ്സിലെ അത് തന്നെ വലിയ മനസ്സാ. നിങ്ങളെപ്പോലുള്ള നല്ലവരാണ് ഈ ലോകത്ത് വേണ്ടത്. മാഡം, എനിക്കിനി സമയം വൈകിക്കാൻ വയ്യ, പോട്ടെ. എന്നാലും ഞാൻ തന്നത് വേണ്ട മാഡം, ഞാൻ പറഞ്ഞില്ലേ ഇത് അർഹതപ്പെട്ടവർക്ക് കൊടുത്താൽ മതി. ശരി. ശരി. അങ്ങനെ സച്ചി അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നീലിമ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവൻ ആ സുധിയുടെ ചോരയിൽ പെട്ടതാണെന്ന് പറഞ്ഞറിയിക്കണം. അവൻ എവിടെ കിടക്കുന്നു, ഇവൻ എവിടെ കിടക്കുന്നു. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? എനിക്ക് എന്റെ ലക്ഷ്യം നിറവേറ്റണം. അതിനാണല്ലോ മോളെ നീ ഇപ്പൊ കാനഡയിൽ നിന്നും ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് പറഞ്ഞ് ഇങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട് കേട്ടോ നീലിമ. എന്നിട്ട് നേരെ കയറി പോകുന്നത് നീലിമയുടെ സുഹൃത്തിന്റെ വീട്ടിലോട്ടാണ്. അങ്ങനെ അവിടുത്തെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ സുഹൃത്ത് ഡോറ് തുറക്കുന്നുണ്ട്. എടി നീലിമേ, നീ വന്നോ? അത് കൊള്ളാട്ടോ. ഞാൻ ഇന്ന് മോർണിംഗിന് എത്തുന്നു പറഞ്ഞതല്ലേ. ഷോ, എനിക്കതങ്ങ് മറന്നുപോയി. നീ 2 ദിവസം മുന്നേ അല്ലേ പറഞ്ഞത്? ഇന്നലെ ഒന്ന് വിളിച്ച് നിനക്ക് ഓർമ്മപ്പെടുത്തായിരുന്നു. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. അല്ലടി, കാനഡയിൽ പോയിട്ട് നീ എന്താ കൊണ്ടുവന്നത്? അതെ, നിനക്ക് മാത്രമാണ് ഈ പെട്ടി നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പ്രാവശ്യം ആരെ നോട്ടം ഇട്ടിട്ടാ വന്നത്? അങ്ങനെ ചോദിച്ചാ വീണ്ടും എന്റെ പഴയൊരു കാമുകൻ തന്നെ. അതാരാ? എടി, നിന്റെ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റില്ല. നീ പറ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലിയൊരു തുക തട്ടിയെടുത്തവനില്ലേ? സുധി. യെസ്, കറക്റ്റ്. നീ എന്തൊരു കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. സുധി. അവനെ തന്നെ ഞാൻ പറ്റിക്കാൻ പോകുന്നത്. എടി, ഇനിയും ആ പാവത്തിന് പറ്റിക്കണോ? അതൊരു മണ്ടനായതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയത്. അതെ, മണ്ടന്മാര് തന്നെയാണ് നമ്മൾ ഗോൾ എറിഞ്ഞ് പിടിക്കേണ്ടത്. അതെ, അവനിപ്പോ ഒരു ഭാര്യയുണ്ട്. അത് നിനക്ക് അറിയില്ലേ? ഇനി അവനെ നിനക്ക് വളയ്ക്കാന്നൊന്നും പ്രതീക്ഷിക്കണ്ട. എടി, വളക്കില്ല. പകരം ഞാൻ അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യും. എന്തും പറഞ്ഞിട്ട്? അവന്റെ ഭാര്യയ്ക്ക് എല്ലാം അറിയാം. നിന്നെ ചിലപ്പോ അവള് മുന്നിൽ കണ്ടാലേ കടിച്ചു കീറി തിന്നും. നീ എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കുന്നുണ്ടാവില്ല. അതിന് അവളുടെ മുന്നിലേക്ക് ആര് ചെല്ലുന്നു? ഇതൊക്കെ പറഞ്ഞ് ആ സുധിയെ ഞാൻ നന്നായിട്ട് വരട്ടും. അങ്ങനെ കുറെ പണം തട്ടിയെടുക്കും. എടി, ആ സുധിക്ക് ഒരു പണിയുമില്ല. അവനാണെങ്കിലേ അവന്റെ ഭാര്യയുടെ ചെലവിലാ വീട്ടിൽ കഴിയുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് പണം കിട്ടിയാ മതി. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് അവന്റെ ഭാര്യ മലേഷ്യയിലെ ഏതോ ഒരു പണക്കാരന്റെ മകളാണെന്ന്. അത് ഞാനും കേട്ടതാ. അപ്പൊ പിന്നെ അവന്റെ കയ്യിൽ പൂത്ത കാശില്ലാതിരിക്കോ? അയാൾ അവനെ സഹായിക്കില്ലേ? അത് നീ പറഞ്ഞത് ശരിയാ. എന്നാലും നിനക്ക് വേറെ ആളെ മാറ്റിപ്പിടിക്കായിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവൻ തന്നെ മതി. പിന്നെ നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നോളണം. നിനക്കുള്ള ഷെയർ ഞാൻ എന്തായാലും ഇട്ടുതരും. അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്നാ എനിക്ക് നാളെ രാവിലെ തന്നെ സുധി ഒന്ന് കാണണം. അതെങ്ങനെ? ദേ, ഇതൊരു പഴയ ഫോണേ എന്റെ. ഈ ഫോണില് ഒരു പുതിയ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നീ സുധിയെ വിളിക്കുന്നു. എന്നിട്ടൊരു ജോലിയുടെ കാര്യം പറഞ്ഞ് പതുക്കെ സുധിയെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിക്കണം. അത് നടക്കും. അങ്ങനെ അവിടെ എത്തിച്ചിട്ട് ഞാൻ നേരെ അവന്റെ മുന്നിലോട്ട് ചെല്ലും. എന്നിട്ടൊരു ചോദ്യം ഉണ്ട്. എന്ത് ചോദ്യം? അതൊക്കെ നീ കണ്ടോ? കാണാൻ പോകുന്ന പൂര് നേരത്തെ പറഞ്ഞറിയിക്കണോ? എടി, നീ എന്റെ അടുത്ത് വേണ്ടേ? സസ്പെൻസ് ഇടാതെ കാര്യം പറ. എടി, ഇവിടുന്ന് ഞാൻ പോകുമ്പോഴേ അവന്റെ ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ടാ പോകുന്നേന്നാ പറഞ്ഞത്. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചെന്നു. ആ കുഞ്ഞിനെ നോക്കാൻ എനിക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ടെന്നും പറയും. അല്ലടി, അപ്പൊ നീ 50 ലക്ഷം രൂപ തട്ടിയെടുത്തതോ? അത് നൈസായിട്ട് ഞാൻ മറ്റൊരാളുടെ തലയിലോട്ട് ഇടാൻ പോവാ. ആരുടെ തലയിലിട്ട്? അതിനെനിക്കിപ്പോ ഒരാളെ വീണ് കിട്ടിയിട്ടുണ്ട്.
എന്ത് ചെയ്യാണെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ചെയ്യാൻ. അല്ല പിന്നെ. എന്നാ പിന്നെ സമയം കളയണ്ട, നീ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വിളിക്ക്. അങ്ങനെ നീലിമയുടെ കൂട്ടുകാരി സുധിക്ക് ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മുറിയിലിരിക്കുന്ന സുധിയാണ്. സുധിയാണെങ്കിൽ ഓരോന്നാലോചിച്ച് ഇങ്ങനെ സ്വയം തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്താണ് കോള് വരുന്നത്. ഒരു അറിയാത്ത നമ്പർ കണ്ടപ്പോ തന്നെ സുധി ആലോചിക്കുന്നുണ്ട്, ഇതിപ്പോ ഏതാ അറിയാത്തൊരു നമ്പർ, ഇത് എടുക്കണോ അല്ലെങ്കിൽ വേണ്ട, എടുക്കാം. ചിലപ്പോ വല്ല ജോലിയോ മറ്റോ ആണെങ്കിലോ, എവിടേക്കാ കൊടുത്തിട്ടെന്ന് എനിക്ക് പോലും അറിയില്ല. ഇത് പറഞ്ഞിട്ട് സുധിയെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ സുധി അല്ലേ? അതെ സുധിയാണ്. ഓക്കെ സാർ, ഞങ്ങൾ ഒരു ഏജൻസി വഴി വിളിക്കുവാണ്. സാറിന് ഒരു ജോലി ശരിയായിട്ടുണ്ട്. സാറിന് ജോലിക്ക് താല്പര്യമുണ്ടോ? അല്ല, എന്ത് ജോലി, ഏത് ജോലി, ഇതൊന്നും പറയാതെ നിങ്ങൾ ജോലിക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാനെന്താ പറയാ? ആ സമയത്ത് നീലിമ പറയുന്നുണ്ട്, ഓ ഈ പൊട്ടി എല്ലാം കൊളാക്കും, എന്തെങ്കിലും ഒരു ജോലി പറ. ആ സമയത്ത് സുധി ഇങ്ങോട്ട് പറയുന്നുണ്ട്, അതെ എന്റെ ക്വാളിഫിക്കേഷൻ കേട്ടാ നിങ്ങൾ ശരിക്കും ഞെട്ടും. ആ ക്വാളിഫിക്കേഷനെ പറ്റിയ വലിയ ജോലിയാണ് ഇത്. നിങ്ങൾ എന്റെ CV കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ട് സർ, അത് കണ്ടിട്ടാണല്ലോ വിളിച്ചത്. സാറിന്റെ എല്ലാ ക്വാളിഫിക്കേഷനും പറ്റിയ ഒരു നല്ല ജോബാണിത്. ഓ ആണോ? അല്ല, ഇത്രയും നേരമായിട്ടും ജോബ് എന്താണെന്ന് പറഞ്ഞില്ല. സർ, ജോബിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഓ ആണല്ലേ? അല്ല, ഇതും കാനഡയിലാണോ? എന്ത് സർ, കാനഡയിലോ? അല്ല, ഈ ജോലി കാനഡയിലാണോ എന്ന് ചോദിക്കാം. ഏയ് അല്ല സർ, അത് നാട്ടിൽ തന്നെയാ. ഓ ശരി, എന്നാ ഞാൻ ഇന്റർവ്യൂക്ക് എത്താം. അല്ല, എവിടെ ഇന്റർവ്യൂ? അത് പിന്നെ ബീച്ചിൽ പാർക്കിൽ വന്നാ മതി. ബീച്ചില് പാർക്കിൽ ഇന്റർവ്യൂയോ? ഇത് കേട്ടപ്പോ നീലിമ പറയുന്നുണ്ട്, ഷെടാ നിനക്ക് പകരം ഞാൻ വിളിച്ചാ മതിയായിരുന്നു, സൂക്ഷിച്ചും കണ്ടൊക്കെ പറ. അപ്പൊ സുധി ഇങ്ങോട്ട് പറയുന്നുണ്ട്, കാറ്റും വെളിച്ചവും ഒക്കെ കൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിരിക്കും അല്ലേ? എന്തായാലും ഞാൻ അവിടെ എത്തിയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണത്. ഞാനും ആ സ്ഥലവും തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടുണ്ട്. ഓക്കെ സർ, സാർ എന്തായാലും നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യല്ലോ അല്ലേ? തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കും. എന്നാ ശരി സർ. ഓക്കെ ശരി. അല്ല, വെക്കാൻ വരട്ടെ. സാലറി എത്ര കാണും? അയ്യോ നിലിമേ, സാലറി എത്ര കാണുന്ന്? ഒരു 70,000 പറഞ്ഞോ? അത്രയൊക്കെ പറയണോ? അത് പറഞ്ഞില്ലെങ്കിൽ അവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരില്ല. എന്നാ പിന്നെ പറയാം. സർ 70,000 വരും. 70,000ഓ? അതും നാട്ടില്? അതെ സർ, സാറിനെ പോലെ ഇത്ര ടാലന്റഡും ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള മറ്റൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് സാറിനെ ഇന്റർവ്യൂക്ക് ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും വന്നിരിക്കും. ശരി സർ. ഇതും പറഞ്ഞവരങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നിലിമയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, പിന്നെ 70,000 രൂപയ്ക്ക് അയാൾ എവിടേക്ക് ജോലിക്ക് വിളിക്കാനാ, അതും ഈ നാട്ടില്. അവനതൊക്കെ വിശ്വസിച്ച് കാണോ? വിശ്വസിക്കാതെ പിന്നെ എങ്ങനെയാ അവൻ വരുമെന്ന് പറഞ്ഞത്? അല്ല, ഇനിയിപ്പോ വൈഫിനോട് ഈ കാര്യം പറയുമ്പോ വൈഫ് അത് തിരുത്തി കൊടുത്താലോ? അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിയാണ്. അപ്പൊ അങ്ങോട്ട് വന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്തെങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത്? എന്തു പറ്റി? എന്റെ ശ്രുതി, നമുക്കൊരു ഗോൾഡൻ ചാൻസ് നമ്മുടെ മുന്നിൽ വന്ന് പെട്ടിരിക്കുക. ഇനി കാനഡയിലും പോണ്ട, എവിടെയും പോണ്ട, നാട്ടിലിരുന്ന് 70,000 രൂപ ഞാൻ ഇങ്ങനെ എണ്ണി മേടിക്കും. എന്ത് സ്വപ്നം വല്ലത് കണ്ടോ ശ്രുതി? സ്വപ്നം കണ്ട് എഴുന്നേറ്റതാണോ? അതൊന്നും അല്ല. എനിക്ക് ഇപ്പൊ ഒരു കോള് വന്നു. എന്നെ കൊത്തിക്കൊണ്ട് പോവാൻ നിൽക്കുന്ന ഒരു ഏജൻസി. കൊത്തിക്കൊണ്ട് പോവാൻ നിൽക്കുന്ന ഏജൻസിയോ? അതെ, എന്റെ ക്വാളിഫിക്കേഷൻ കണ്ട് എന്നെ വിളിച്ചത് അവര്. എത്രയും പെട്ടെന്ന് എന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു ചിന്ന ഇന്റർവ്യൂ ഉണ്ട്. ശ്രുതി, സത്യമാണോ പറഞ്ഞത്? അതെ, സത്യമല്ലാതെ ഞാൻ പിന്നെ കള്ളം പറയൂ? കള്ളം പറയോന്ന് പറയാൻ പറ്റില്ല. ഇതെന്തായാലും സത്യമാണ് ശ്രുതി. ഞാൻ നിന്നെ പറ്റിക്കോ? വേണമെങ്കിൽ നീ എന്റെ ഫോൺ ചെക്ക് ചെയ്ത് നോക്ക്. അവരെ നാളെ ബീച്ചിലെ പാർക്കിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ബീച്ചിലെ പാർക്കിലോ? അവിടെ വെച്ച ഇന്റർവ്യൂ ശ്രുതി. ഇതൊരു വെറൈറ്റി ഇന്റർവ്യൂയോ? എന്ത് ബീച്ചിലെ പാർക്കിൽ ഇന്റർവ്യൂയോ? എന്തൊക്കെയാ ശ്രുതി ഈ പറയുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, ശ്രുതി സ്വപ്നം കണ്ടതാവുമെന്ന്. അല്ല ശ്രുതി, ഞാൻ ഇനി എങ്ങനെയാ പറയാ? ബീച്ചിലെ പാർക്കിലാണ് ഇന്റർവ്യൂ. അവിടെ എവിടെയെങ്കിലും ചിലപ്പോ ബിൽഡിംഗോ വല്ലതും കാണും. അതിന്റെ ഉള്ളിൽ വെച്ചാണെങ്കിലോ? പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ശ്രുതി? ഉണ്ടാവും. അങ്ങനെ വേണം നമ്മൾ വിചാരിക്കാൻ. ശരി, ശ്രുതിയുടെ ഇഷ്ടം. എന്നാ പിന്നെ നാളെ ഇന്റർവ്യൂക്ക് പോയി നോക്ക്. ആ ജോലിയും മേടിച്ച് ഇങ്ങോട്ട് വരാവൂ കേട്ടോ. അതൊക്കെ ഞാൻ സെറ്റാക്കി വരും. ഓക്കെ ഓക്കെ. അപ്പോഴേക്കും സമയം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഈ രാത്രി സമയത്ത് ശ്രുതി ആണെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഇരുട്ടത്ത് വന്ന് ശ്രുതി ഇങ്ങനെ അമ്മയെ വിളിക്കുന്നുണ്ട്. അമ്മേ. അയ്യോ എന്താടാ, നീ എന്താണ് ഈ രാത്രി? മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി? അത് പിന്നെ അമ്മേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഈ സമയത്താണ് നിന്റെ കാര്യം പറച്ചിൽ? അമ്മേ, ഒരു 8 മണിയൊക്കെ ആയപ്പോഴേ എനിക്കൊരു കോള് വന്നു. അതിന് ഞാൻ എന്ത് വേണം? അമ്മ, എന്റെ ഒരു ജോലിയുടെ ആവശ്യം പറഞ്ഞിട്ടാ. എന്ത് ജോലിയുടെ ആവശ്യമോ? എന്താ അവര് പറഞ്ഞത്? നാളെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് പറയാനിരുന്നതാ, പിന്നെ ആലോചിച്ചപ്പോ വേണ്ടാന്ന് തോന്നി. അപ്പൊ പിന്നെ എന്തായാലും വന്ന് പറയാന്ന് കരുതി. ഹോ, നിനക്ക് എന്നോട് പറയാൻ പറ്റില്ല അല്ലേ? അതൊന്നും അല്ലമ്മേ, ശരിയായിട്ട് പറയാന്ന് കരുതിയിട്ടായിരുന്നു. എന്തായാലും ഭാഗ്യം തെളിഞ്ഞു വന്നല്ലോ. നീ എന്തായാലും നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അല്ല, ഇതും ഇനി കാനഡ ആയിരിക്കുമോ? കാനഡ ഒന്നും അല്ല അമ്മേ, ഇത് നമ്മുടെ ഈ നാട്ടിൽ തന്നെയാ.
70,000 രൂപയാ സാലറി. എന്നെ കൊത്തിക്കൊണ്ട് പോവാൻ നിൽക്കാണവര്. ഹോ, ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ പോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നു പെട്ടല്ലോ. ഇനി ആ സച്ചയുടെയും രേവതിയുടെ മുന്നിൽ നീ നെളിഞ്ഞു നിൽക്കണം. അതെ അമ്മേ, അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. നാട്ടിലിരുന്ന് 70,000 രൂപയാണ് ഞാൻ എണ്ണി വാങ്ങിക്കാൻ പോകുന്നത്. അമ്മ കണ്ടോ, ഞാനൊരു പ്രസ്ഥാനം തന്നെ ഇനി പണിയും. എന്തായാലും ഇന്റർവ്യൂല് കിട്ടട്ടെ. നാളെ തന്നെ അമ്പലത്തിലൊന്ന് പോവണം. അമ്പലത്തിൽ പോയിട്ട് നീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ പാടല്ലോ. ഏയ്, അത് പറ്റില്ലമ്മേ. നേരത്തെ കാലത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ രാവിലെ അമ്പലത്തിൽ പോവാം. എന്നിട്ട് നിനക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കാം. അതൊക്കെ. എന്നാ പിന്നെ ഞാൻ പോയി കിടക്കട്ടെ അമ്മേ. ശരി. ഞാൻ ഇത് നിന്റെ അച്ഛനോട് ചെന്ന് പറയട്ടെ. ആരോടും പറയണ്ട അമ്മേ. നാളെ രാവിലെ എല്ലാവരും അറിയിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആവാം. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ ചന്ദ്രമതി അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. സുതിയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി താഴേക്ക് വരുന്നുണ്ട്. അപ്പൊ സച്ചി വെക്കുന്നുണ്ട്, അല്ല വീണ്ടും ആ പഴയ വേഷം അണിഞ്ഞോ? ദേ സച്ചി, നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് നീ അതും ഇതും പറയരുത് കേട്ടോ. നല്ലൊരു കാര്യോ? എന്ത് നല്ല കാര്യം? അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, അത് നീ അറിഞ്ഞില്ലേ സച്ചി? അപ്പോ ഇല്ലച്ചാ. എന്താ? അതെ, സുധി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാ. എന്തായാലും ഈ ജോലി സുധിക്ക് കിട്ടും. അല്ലടാ, ഇതും ഇനി കാനഡ ആയിരിക്കോ? ഇത് കാനഡ ഒന്നല്ല, ഇതേ നമ്മുടെ നാട്ടിൽ തന്നെയാ. നീ നോക്കിക്കോ, 70,000 രൂപ എന്റെ സാലറി. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, എന്റെ സുധി ഇതൊന്നും ഇങ്ങനെ കൊട്ടി ഘോഷിച്ച് നടക്കല്ലേ. നീ ആദ്യം പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യ്. കിട്ടിയിട്ട് ഇവിടെ വന്ന് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അതെന്താ അച്ഛാ, എനിക്ക് കിട്ടില്ലേ? കിട്ടും. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് നീ മാക്സിമം പോയി നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു വാ. എല്ലാം അനുഗ്രഹം ഉണ്ടായിരിക്കും. എന്നാ പിന്നെ ശരി. അമ്മേ, അച്ഛാ, ശ്രീകാന്തേ, ശ്രുതി, ഞാൻ ഇറങ്ങുവാട്ടോ. ഇനി നിന്നോട് നിന്റെ ഭാര്യയോടും പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ പോയി വരാം. ശരി. സർവമംഗളോ ഭവ. എന്തോന്ന്? ഏയ്, ഒന്നും പറഞ്ഞില്ല. ചിലർക്കൊന്നും 70,000 രൂപ ഞാൻ എണ്ണി വാങ്ങിക്കുന്നത് പറ്റുന്നുണ്ടായിരിക്കില്ല. എന്റെ ക്വാളിഫിക്കേഷൻ അതാ മോനെ, അതാലോചിച്ചാ മതി. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ഷോ, ഇവന്റെ ഒരു കഥ എന്താ ചന്ദ്ര എങ്ങനെ? സുധി, നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയൊന്ന്. ശരി അമ്മേ. അങ്ങനെ സുധി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ സുധി ബീച്ചിലെത്തുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എവിടെയായിരിക്കും? ഇന്നലെ വിളിച്ച നമ്പറിലോട്ടൊന്ന് വിളിച്ചോ. ഇതും പറഞ്ഞ് സുധി ഫോൺ എടുക്കുമ്പോ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോള് വരാട്ടോ. നീലിമ ഇങ്ങോട്ട് വിളിക്കാന്. അങ്ങോട്ട് വിളിക്കാൻ ഒരുങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്ക് ഇങ്ങോട്ട് വിളിക്കുന്നു. ഇതും പറഞ്ഞ് സുധി ഫോൺ എടുക്കാണ്. ഹലോ സർ, ഞങ്ങള് ബീച്ചിലെ പാർക്കിൽ തന്നെയുണ്ട്, ഇവിടേക്ക് വന്നോളൂ. അയ്യോ, ഞാനും പാർക്കിൽ തന്നെ ഉണ്ടല്ലോ. എന്നാ പിന്നെ ദേ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ബോർഡറില്ലേ, അതിന്റെ അടുത്തോട്ട് വന്നാ മതി. എന്റെ മുന്നിൽ ഈ ബോർഡർ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതായത് ഈ നീലിമയും കൂട്ടുകാരും പിന്നിൽ നിന്ന് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അല്ല സാർ, എല്ലാവരും ഏകദേശം അവിടെ വന്നിട്ടാ ഞങ്ങളെ വിളിക്കാറ്, അതുകൊണ്ടാ. ഓ അങ്ങനെ. അതിനപ്പുറത്ത് നിങ്ങളുണ്ടോ? ഉണ്ട്, അങ്ങോട്ട് വന്നോളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീലിമയുടെ കൂട്ടുകാരിയും അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നീലിമയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, ഇനിയൊക്കെ നിന്റെ കാര്യങ്ങൾ, ഞാനിനി ഇവിടുന്ന് പോവാ, എന്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കി. ഇതും പറഞ്ഞ് അവൾ അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ നീലിമ നേരെ നമ്മുടെ സുധിയുടെ മുന്നിലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ സുധി അവിടെ എത്തിയിട്ട് ചുറ്റിട്ട് നോക്കുന്നുണ്ട്. ഷെടാ, ഇവരെന്ത് എന്നെ പറ്റിക്കുകയാണോ? ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്തൊരു പരിപാടിയാണ്? ഇവിടെയല്ലേ ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി ഞാൻ നിൽക്കുന്നത് വേറെ എവിടെ ആയിരിക്കും കരുതി അവര്. ഒന്നോട്ടി വിളിച്ചു നോക്കിയാലോ? ഇത് പറഞ്ഞപ്പോഴാണ് നീലിമ പിന്നീന്ന് പറയുന്നത്, ഇനി വിളിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഈ ശബ്ദം നല്ല കേട്ട് പരിചയം ഉണ്ടായതുകൊണ്ട് തന്നെ സുധി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കാണ്. അപ്പൊ തന്നെ സുധി നല്ല രീതിക്കൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എടി നീലിമേ? അതെ, നീലിമ തന്നെയാണ്. എന്തു പറ്റി? ഞെട്ടിപ്പോയോ? എടി, എന്നെ തൊട്ടുപോകരുത്. തൊട്ടാ ഈ ചുറ്റിലുള്ളവരെ ഞാൻ വിളിച്ചു കൂട്ടും. പിന്നെ സുധി ജയിലിലാ ആവണോ? അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നന്നായിട്ട് കേട്ടോ. നീയായിരുന്നു അപ്പൊ ഇതിന്റെ പിന്നിലല്ലേ? ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുക. ഇനി നിനക്ക് എന്താ എന്റെ അടുത്ത് തട്ടിയെടുക്കേണ്ടത്? ഉള്ളതെല്ലാം നീ കൊണ്ടുപോയില്ലടി. കിടന്ന് കുറയ്ക്കാതെ നിൽക്കടോ. നീ ഒരു മണ്ടനായതുകൊണ്ടാ നിന്റെ പണം ഞാൻ തട്ടിയെടുത്തത്. അതല്ലായിരുന്നെങ്കിൽ നിന്റെ പണം എവിടെയും പോകത്തില്ലായിരുന്നു. ഞാൻ മണ്ടൻ അല്ലടി. ഞാൻ മണ്ടനായതുകൊണ്ട് നിനക്ക് 50 ലക്ഷം രൂപ കിട്ടിയല്ലോ. അത് നീ കാനഡയിൽ പോയി ഉപ്പിലിട്ടില്ലേ? ഇപ്പൊ എന്താ അതൊക്കെ തീർന്നു? ഇപ്പൊ വലിയ ചിലവാണല്ലോ. അത് പറയാൻ വേണ്ടി എന്നെ ഞാൻ വന്നത്. എന്ത്? ഞാൻ അറിഞ്ഞു സുധിക്ക് പുതിയൊരു ഭാര്യയുണ്ടെന്ന്. ഉണ്ട്. അല്ലാതെ ഇപ്പൊ എന്നെ പറ്റിച്ചു പോയ നിന്നെ ആലോചിച്ചിരിക്കണോ ഞാൻ? ദേ, മുന്നിൽ കണ്ട സ്ഥിതിക്ക് പറയുക, എന്റെ പണം എനിക്ക് തിരികെ വേണം. ഇല്ലാന്നുണ്ടെങ്കിലേ ഞാൻ നേരെ നിന്നെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്ക്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം നീ കേൾക്കണം. എന്ത് കാര്യം? ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ എന്റെ വയറ്റില് നിന്റെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതൊക്കെ നീ കെട്ടിച്ചമച്ച കഥയല്ലേ? ഒരിക്കലും അല്ല, അത് ശരിക്കുള്ള കാര്യമാണ്. നമ്മുടെ കുഞ്ഞിനെ മാസങ്ങളെ ആയിട്ടുള്ളൂ, ചെലവുകൾ കൂടുതലാണ്. അതുകൊണ്ട് കുഞ്ഞിനെ നോക്കാൻ എന്റെ കയ്യിലിപ്പോ കാശില്ല. നീ എനിക്ക് എന്തെങ്കിലും തന്ന് സഹായിച്ചേ പറ്റൂ. എന്ത്? ദേ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ പറ്റിച്ചതല്ല, ഉള്ള കാര്യം പറഞ്ഞതാ.
വേണമെങ്കിൽ കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചിടാം. കുഞ്ഞിന് ചെലവിന് പണം തരണം. അതെ, ഒരച്ഛന്റെ കടമയാ. അത് നിങ്ങൾ നിറവേറ്റുക തന്നെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ കോടതിയും കേസും വഴക്കൊന്നും ആയിരിക്കില്ല. നേരെ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് ഈ കുഞ്ഞിന്റെ കാര്യം പറയും. പിന്നെ ശ്രുതി എന്താ ചെയ്യാന്ന് അറിയാലോ. എന്തൊക്കെയാ നീ പറയുന്നത്? ദേ വേണ്ടാട്ടോ, നീ വെറുതെ എന്നോട് കളിക്കുന്ന പോലെ ശ്രുതിയോട് കളിക്കാൻ നിൽക്കണ്ട. നിന്റെ കരണം പൊക്കിക്കോ അവള്. എന്തൊക്കെയായാലും എന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞല്ലാതിരിക്കില്ല. അതൊരു DNA ടെസ്റ്റിൽ തെളിയിക്കാവുന്നതേ ഉള്ളൂ. അത് ഞാനങ്ങ് തെളിയിച്ച് കാണിച്ചു കൊടുക്കും. എനിക്ക് പണം കിട്ടിയേ പറ്റൂ. ഒരു 5 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കിട്ടണം. ബാക്കി ഞാൻ പിന്നീട് ചോദിച്ചോളാം. തൽക്കാല ആവശ്യത്തിന് 5 ലക്ഷം രൂപ വേണം. 5 ലക്ഷം രൂപയോ? ഞാൻ എവിടെ നിർത്തി തരാൻ? കുഞ്ഞിനുണ്ടാക്കുമ്പോ ഇതൊന്നും ഓർമ്മയില്ലായിരുന്നോ? ഹെടി, നീ ആ കാര്യം പറഞ്ഞ് 50 ലക്ഷം രൂപ എന്റെ അടുത്ത് തട്ടിക്കൊണ്ടു പോയില്ലേ? അതിനുശേഷം നിന്നെ കുറിച്ച് ഒരു വിവരമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു വിവാഹം കഴിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ആ 50 ലക്ഷം രൂപ ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് ഭദ്രമായിട്ട് ഒരാളുടെ കയ്യിലുണ്ട്. ആ കഥയൊക്കെ ഞാൻ പിന്നീട് പറയാം. പക്ഷെ എനിക്ക് ആദ്യം 50 ലക്ഷം രൂപ കിട്ടണം. ഞാൻ എവിടുന്ന് എടുത്തു തരാനാ? ദേ നീലിമേ, നീ എന്നെ ഓരോന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. മര്യാദയ്ക്ക് ജീവിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ. ഈ ഒരു ജോലിയെ കുറിച്ച് വലിയ പൊങ്ങച്ചം പറഞ്ഞു വരുവാ ഞാൻ എന്റെ വീട്ടിൽ നിന്ന്. 5 പൈസ പോലും കയ്യിലെടുക്കാനില്ല. അതൊക്കെ വെറുതെ. നിന്റെ ഭാര്യ വലിയ കോടീശ്വരിയാണ് മലേഷ്യയിലെന്ന് ഞാൻ അറിഞ്ഞു. അവരുടെ കയ്യിൽ പണം ഉണ്ടാവുമല്ലോ. അവർക്കൊരു 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമായിരിക്കും. നീലിമേ, അവളുടെ അച്ഛൻ ജയിലില് അയാളാ എന്തോ കേസിൽ കുടുക്കി അവിടെ ജയിലിലാക്കി വെച്ചേക്കുക. അത് മാത്രമല്ല അയാളുടെ അക്കൗണ്ട്സ് ഒക്കെ ഫ്രീസ് ആക്കി വെച്ചേക്കുക. അതുകൊണ്ട് പെട്ടെന്നൊന്നും പണം കിട്ടില്ല. ദേ നീലിമേ, നീ വെറുതെ കള്ളം പറയുവല്ലേ. എന്നെ നീ ഇനി വെറുതെ വിട്. നീ വേറെ ആരെങ്കിലും നോക്കിക്കോ. എനിക്ക് നീ കൊണ്ടുപോയ 50 ലക്ഷം രൂപ വേണ്ട. ഇതൊക്കെ പറഞ്ഞാ നിന്റെ കുഞ്ഞല്ലാതാവോ? ഞാൻ പറയേണ്ടത് പറഞ്ഞു. എനിക്ക് 50 ലക്ഷം രൂപ കിട്ടിയിരിക്കണം. അതും ഒരാഴ്ച ഞാൻ സമയം തരും. അതിനുള്ളിൽ പണം എന്റെ കയ്യിൽ എത്തിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നീലിമ ആരാണെന്ന് ശ്രുതി അറിയും. നമ്മുടെ കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയും. നീയും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയും. നമ്മൾ തമ്മിലുള്ള അതിരുവിട്ട ബന്ധമൊന്നും ശ്രുതി അറിഞ്ഞിട്ടില്ലല്ലോ. എല്ലാം ഞാൻ അറിയിക്കും. മര്യാദയ്ക്ക് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ 5 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ. എന്നാൽ എനിക്ക് കാനഡയിലേക്ക് എന്റെ കുഞ്ഞിനെയും കൂട്ടി തിരിച്ചു പോകാൻ പറ്റൂ. അവളുടെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. മോളാണ് നമുക്ക് ജനിച്ചത് ശ്രുതി. ആ മോളെ പൊന്നുപോലെ നോക്കണ്ടേ? നീലിമേ, ഒന്നും പറയണ്ട. എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് നീലിമ അവിടുന്ന് പോവാൻ കേട്ടോ. അങ്ങനെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആകെ അങ്ങ് തളർന്നു പോവാൻ കേട്ടോ. വല്ലാണ്ടായി പോകുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ശ്രുതി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അത് കാണിക്കുന്നുണ്ട്. ഒരു ബോധമില്ലാതെ റോഡിലൂടെ നടക്കുന്നത്. എന്തായാലും ഈ ഒരു കിടിലൻ എപ്പിസോഡിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.